UDF ഭരണത്തിലുള്ള മാവേലിക്കര നഗരസഭാ ചെയർമാനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. പദ്ധതി നിർവഹണത്തിലും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിലും ചെയർമാൻ പൂർണ്ണ പരാജയമെന്നാണ് ആരോപണം. UDF ധാരണ പ്രകാരം ചെയർമാൻ രാജിക്ക് തയ്യാറാവുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. മാവേലിക്കര നഗരസഭയിൽ ഇക്കുറി LDF, UDF മുന്നണികൾക്കും BJPക്കും തുല്യ സീറ്റുകളാണ് ലഭിച്ചത്. ആകെയുള്ള 28 സീറ്റുകളിൽ മുന്നണികൾ 9 സീറ്റുകൾ വീതം നേടിയപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച നിലവിലെ ചെയർമാൻ KV ശ്രീകുമാറും വിജയിച്ചിരുന്നു. CPMിലെ ചില പൊരുത്തക്കേടുകളെ തുടർന്നായിരുന്നു ശ്രീകുമാർ സ്വതന്ത്രനായി മത്സരിച്ചത്. ശ്രീകുമാറിന്റെ പിന്തുണ സ്വീകരിക്കുകയും ചെയർമാൻ സ്ഥാനം നൽകുകയും ചെയ്തായിരുന്നു UDF നഗരസഭാ ഭരണം പിടിച്ചെടുത്തത്. എന്നാൽ അന്നുണ്ടാക്കിയ ധാരണപ്രകാരം 3 വർഷം കാലാവധി കഴിഞ്ഞ് 7.5 മാസം പിന്നിട്ടിട്ടും ചെയർമാൻ രാജിവെക്കാത്തതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്താണ് പിന്തുണ പിൻവലിക്കുന്നതിലേക്ക് നീങ്ങുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പം ചെയർമാൻ രാജിവെക്കേണ്ട ആളല്ലേ, വാക്കുവലിക്കേണ്ട ആളല്ലേ എന്ന് ഞങ്ങളുടെ പലരും ചോദിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. 3 വർഷത്തിനകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. 3 വർഷത്തിന് ശേഷം സ്വാഭാവികം മനുഷ്യരാണ്, എല്ലാവരെയും ഒരുപോലെ ഒന്നും നാക്കും വാക്കും എഴുത്തൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പൊ 7.5 മാസക്കാലം ക്ഷമിച്ചു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ഔന്നത്യമാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും കൃത്യമായി രാജിവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 1 വർഷക്കാലം നൈനാൻസി കുറ്റിശ്ശേരിയും അവസാനം 1 വർഷക്കാലം K ഗോപനും, ഒരാൾ 26 വർഷം തികഞ്ഞ ആളാണ് കൗൺസിൽ. നിങ്ങളൊന്ന് ആലോചിക്കണം. ചെയർമാന്റെ കെടുകാര്യസ്ഥത മൂലം പല പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിന് ചെയർമാന് കഴിയുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. എന്നാൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത 2 വർഷത്തോളം കോവിഡ് കാലമായി പോയി പല വികസന കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടെന്നാണ് ചെയർമാൻ പറയുന്നത്. ആ പിന്തുണ കൊടുത്തതിൻ്റെ ഉദ്ദേശം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്യാം എന്ന് തന്നെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പിന്തുണ കൊടുത്തത്. 3 വർഷം എന്നുള്ളത് ശരിയാണ്. രണ്ടാമത് ഈ 3 വർഷത്തിൽ 2 വർഷം നമ്മുടെ കോവിഡിൻ്റെ മഹാമാരിയുമായി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തപ്പോൾ അതിൽ ചില ആൾക്കാർ വന്ന് മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു ദുഷ്ടലാക്കോടുകൂടി ആ പദ്ധതികളെല്ലാം അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതായത് ഇപ്പം നമ്മുടെ വെൽനസ് സെൻ്റർ പുരോഗമിച്ച് വരുവാണ്. അതും ഇതുവരെ ആട്ടം കൊണ്ട് ശരിയായിട്ട്. ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3 നഗരസഭകളിൽ ഹരിപ്പാടും ചെങ്ങന്നൂരും ഉണ്ടായിരുന്ന കരാറുകൾ മുഴുവൻ പാലിക്കപ്പെട്ടു. മാവേലിക്കരയിൽ വൈസ് ചെയർപേഴ്സൺ കരാറിന്റെ അടിസ്ഥാനത്തിൽ ലളിത രവീന്ദ്രനാഥ് മാറി കൃഷ്ണകുമാരി വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഐക്യകണ്ഠേനയാണ് ചെയർമാന് നൽകിയ പിന്തുണ പിൻവലിക്കുന്നതിലേക്ക് നീങ്ങുന്നത്. കരാർ പ്രകാരം 3 വർഷം KV ശ്രീകുമാറും പിന്നീടുള്ള 2 വർഷം കോൺഗ്രസ് കൗൺസിലർമാരായ നൈനാൻസി കുറ്റിശ്ശേരിയും K ഗോപനെയും ചെയർമാൻമാരാക്കാനാണ് തീരുമാനിച്ചിരുന്നതെന്നും നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ, ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ്, DCC ജനറൽ സെക്രട്ടറിമാരായ നൈനാൻസി കുറ്റിശ്ശേരിൽ, KL മോഹൻലാൽ, ലളിത രവീന്ദ്രനാഥ്, UDF ചെയർമാൻ K ഗോപൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ T കൃഷ്ണകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജീവ് പ്രായിക്കര, ശാന്തി അജയൻ, കൗൺസിലർമാരായ മനസ് രാജൻ, ലതാ മുരുകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.